ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് പുറത്തുനിന്ന് അട വാങ്ങാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതേസമയം വീട്ടിൽ അട ഉണ്ടാക്കിയെടുക്കാനോ കുറച്ചേറെ സമയം വേണ്ടി വരും. എന്നാൽ പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെ പാലടയുടെ രുചിയിൽ എങ്ങനെ ഒരു പായസം തയ്യാറാക്കാം എന്ന് ഞാനൊന്ന് ചിന്തിച്ചെടുത്തപ്പോഴാണ് ഈ ഒരു രീതിക്ക് ഞാൻ റെഡിയാക്കി എടുത്തത്. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിയില്ലേ, അപ്പൊ അതേ സമയം തന്നെ മതി ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്ത് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഇതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടർ ഒന്ന് ഉരുക്കിയെടുക്കുക. വെണ്ണ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് മട്ടയരിയുടെ അവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മട്ടയരിയുടെ അവിൽ ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ പായസത്തിന് പാലടേന്റെ രുചി ഉണ്ടാവുന്നതും കാഴ്ചയിലും അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഒരു 2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ വെളുത്ത അവിൽ ഉപയോഗിക്കാം, പക്ഷെ ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ അവിലൊക്കെ പാകത്തിന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ പാകം ഞാനൊന്ന് എടുത്ത് കാണിക്കാം. അതായത് നമ്മൾ അവില് കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഒടിക്കാൻ പറ്റണം. കണ്ടോ, ഇതുപോലെ റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് പായസം വെക്കാനുള്ള പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 4 കപ്പ് തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്ന പാലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സാധാരണ പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്കോ ഏതെടുത്താലും സാരമൊന്നുമില്ല, നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി ഈ പാലും പഞ്ചസാരയും ഒന്ന് യോജിച്ച് കുറുകി ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും. അപ്പൊ അതുവരെ റെഡിയാക്കി എടുക്കുക. ചിലരൊക്കെ കുക്കർ ഉപയോഗിച്ചിട്ട് 1-2 മണിക്കൂറൊക്കെ പാല് ഇതുപോലെ കുറുക്കി എടുത്തിട്ടാണ് ചെയ്യാറ്. പക്ഷെ അതെല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നില്ല. പിന്നെ എല്ലാവരുടെ വീട്ടിൽ വലിയ കുക്കർ ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഞാൻ ഈ റെസിപ്പി റെഡിയാക്കി കാണിക്കുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ കുക്കറിൽ റെഡിയാക്കുവാണെങ്കിൽ തന്നെ ചിലപ്പോൾ കുളമായി പോയേക്കാം. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളത്തിലായി പോകും. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയിൽ റെഡിയാക്കി എടുത്ത റെസിപ്പിയാണിത്. മാത്രമല്ല ഇതിന് അധികം ഗ്യാസിന്റെ ചെലവൊന്നും ആവശ്യമില്ല. അതായത് 1 മണിക്കൂർ ഇട്ട് കുറുക്കി അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ പാലെല്ലാം ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പാലൊക്കെ തിളച്ചു പോവും. ഇതിന്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ ഇത് അടുക്കി പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോ നോൺ സ്റ്റിക് പാൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ സാധാരണ പാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചേക്കാം. അപ്പോൾ അടുത്ത് തന്നെ നിൽക്കുക. കഴിയുന്നത് ലോ ടു മീഡിയം ഫ്ലെയിം ഒക്കെ വെക്കുക. അപ്പോൾ പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. അതായത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര ഒന്ന് ഉരുക്കി വരണം. അതായത് ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരണം. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം ആണ് വെക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ ഒന്നും വെച്ചേക്കരുത്, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഒരു കയ്പ്പ് രസം വന്നു പോകും. അപ്പോൾ അങ്ങനെയും ചെയ്തെടുത്താൽ നമ്മുടെ പായസം കുളമായിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് കാരമലൈസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞു. ഇനി ഇതിന് മേലെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ കയ്പ്പ് രസവും വന്നു പോകും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മധുരം വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1/4 കപ്പ് ചേർത്താൽ മതിയാവും. പക്ഷേ ഈ ഒരു അളവിൽ ചേർത്താൽ മാത്രമേ നമ്മൾ സാധാരണ കടയിലൊക്കെ കിട്ടുന്ന അതേ പാലടയുടെ രുചിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ രീതിക്ക് തന്നെ പാലട ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് പാലടയുടെ രുചിയായിരിക്കും. എന്നാൽ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഈ മിൽക്ക് മെയ്ഡും നമ്മൾ ചേർത്തിരിക്കുന്ന ഉരുക്കിയ പഞ്ചസാരയും കൂടി യോജിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഷെയ്ഡ് ആവുന്നവരെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കട്ടകളൊക്കെ കൂടിയേക്കാം. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് യോജിപ്പിക്കും തോറും അതെല്ലാം ഈ ചൂടിലല്ല കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇട്ടിക്കോളും. ഇനിയിപ്പോൾ നോക്കിക്കേ, ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടൊരു ടോഫി ഇവിടെ തയ്യാറാക്കിയതിന് ഇതാണ് നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാല് വറ്റി കുറച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ലൊരു ക്രീമി ഷെയ്ഡ് വന്നിട്ടുണ്ട്.
ഇനി ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവില് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ അവില് നല്ല ക്രിസ്പിയാണ്. ഇനി പാല് കിടന്നിട്ടാണ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരേണ്ടത്. ഇനി ചിലപ്പോൾ ചിലവർ ഈ അവിലൊക്കെ കഴുകി എടുക്കാറുണ്ട്, ഇതിന്റെ അഴുക്കിന്റെ അംശം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ അവിലിന്റെ ഗുണങ്ങളൊക്കെ പോയേക്കാം. പിന്നെ ഇത് പൊടിഞ്ഞു പോവും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെറുതെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇൻസ്റ്റന്റ് ടോഫിയിലെ അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഇതും കൂടി യോജിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പാലടയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളർ കിട്ടുന്നത്. എന്നാൽ രുചിയും അത് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഈ ടോഫിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാല് കുറച്ചും കൂടി ഇത് തിക്കാവാൻ തുടങ്ങും. അതേസമയം ഇത് ഇനി ഇരിക്കും തോറും നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അവസാനമായിട്ട് ഒരു ചെറിയ സ്പൂൺ ബട്ടർ വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഇപ്പൊ നമ്മുടെ പായസത്തിന് ഒരു പീച്ച് ഷെയ്ഡ് വന്നില്ലേ? അപ്പോൾ നമ്മുടെ അവിൽ പായസം അതേ പാലടയുടെ രുചിയിലും കാഴ്ചയിലും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് തീർച്ചയായിട്ടും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് സമയം കുറഞ്ഞ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. അധികം ഗ്യാസിന്റെ ചെലവൊന്നും ഉണ്ടാവില്ല. ഇത് പാലട അല്ലാന്ന് ആർക്കും കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവിൽ പായസം തയ്യാറാക്കി നോക്കൂ. മാത്രമല്ല എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.